إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بإياي تقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സാധാരണയായി നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ മലയാള പദങ്ങളെപ്പോലെ തന്നെ കടന്നു വരാറുള്ള ചില അറബി പദങ്ങളൊക്കെയുണ്ട്. അത്തരം പദങ്ങളിൽപ്പെട്ട രണ്ട് വാക്കുകളാണ് ഹിദായത്തും ഹുദ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. ഈ പദങ്ങൾ കേൾക്കുകയോ പറയുകയോ ചെയ്യാത്ത മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. സൗമ്യമായിട്ട് അറിയുക, അല്ലെങ്കിൽ മാർഗദർശനം നൽകുക, അല്ലെങ്കിൽ വഴി കാട്ടുക, വഴിയിൽ ചേരുക, ഒരു നിർദ്ദേശം നൽകുക എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പറയുന്ന വാക്കിനുള്ള അർത്ഥം ഭാഷാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഹിദായത്ത് എന്ന പദം വ്യത്യസ്തങ്ങളായ അർത്ഥത്തിൽ, എന്നാൽ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ
നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആ ഹിദായത്തുൽ ആമ അഥവാ പൊതുവായിട്ടുള്ള മാർഗദർശനം, അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള ഹിദായത്ത് എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിനെ വിശദീകരിച്ച് തരുന്നുണ്ട്. സൃഷ്ടികൾക്ക് അവയുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനും ഭൂമിയിൽ ജീവിച്ചു പോകാനും ആവശ്യമായിട്ടുള്ള സവിശേഷ ബുദ്ധിയും ബാഹ്യേന്ദ്രിയങ്ങൾ, ആന്തരേന്ദ്രിയങ്ങൾ എന്നിവ നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതിനെയാണ് ഈ ഒരു ബാഹ്യമായിട്ടുള്ള ഹിദായത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചനാഥനായ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് സൂറത്തു ത്വാഹയിലെ 50-ാമത്തെ വചനത്തിൽ ഫിർഔനിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഫിർഔനിന്റെ ചോദ്യത്തിന് ഉത്തരമായി ആരാണ് അല്ലാഹു എന്ന് ചോദിക്കുന്നിടത്ത് മൂസാ നബി അലൈഹിസ്സലാം നൽകുന്നൊരു മറുപടി പറയുന്നുണ്ട്. ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. മൂസാ അലൈഹിസ്സലാം പറയുകയാണ്, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഘടന നൽകുകയും എന്നിട്ട് അതിന് ആവശ്യമായ ജീവിതാവശ്യങ്ങളിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ എല്ലാത്തിനും ഘടന നൽകുകയും പൊതുവായ മനുഷ്യരും ജീവജാലങ്ങളും ജന്തുക്കളടക്കം എല്ലാത്തിനെയും സൃഷ്ടിക്കുക, എന്നിട്ട് അവർക്കൊരു മാർഗദർശനം കൊടുക്കുക, പൊതുവായിട്ടുള്ള ഒരു മാർഗദർശനം കൊടുക്കുക, എല്ലാവർക്കും പറ്റിയ മാർഗദർശനം. അല്ലാഹു മനുഷ്യന് ശാരീരികവും മാനസികവുമായ പൂർണ്ണത നൽകി വഴി നടത്തുന്നതിനെ കുറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത് കാണാം. നമുക്ക് സുപരിചിതമായിട്ടുള്ള ആയത്തുകളാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമം നീ പ്രകീർത്തിക്കണം. അല്ലാഹ് പറയാണ്. രണ്ടാമത്തത് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നത് എന്താ? സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തവനായ ആ നിന്റെ രക്ഷിതാവുണ്ടല്ലോ, ആ രക്ഷിതാവിൻ്റെ നാമത്തെയാണ് നീ പ്രകീർത്തിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം അല്ലാഹ് പറയുന്നത് കാര്യങ്ങൾ നിർണയിച്ച് മാർഗദർശനം നൽകിയവനാണ് എന്ന്. ആ ഒരു മാർഗദർശനം, ആ ഒരു ഹിദായത്താണത്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നൽകിയ ഈ അടിസ്ഥാന ഹിദായത്ത് എത്രത്തോളം അത്ഭുതകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് തേനീച്ചകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ള ജ്ഞാനമെന്നുള്ളത്. തേനീച്ചകൾക്ക് കൃത്യമായ രൂപത്തിൽ കൂടുകൂട്ടുന്നതും വഴിതെറ്റാതെ സ്വന്തം ഇടത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നതുമെല്ലാം അല്ലാഹു നൽകിയ സഹജമായിട്ടുള്ള ഹിദായത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പക്ഷികളുടെ പലായനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഞ്ഞുകാലത്ത് 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ പക്ഷികൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒന്നാമത് പറഞ്ഞ ഹിദായത്ത് കാരണമാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ സവിശേഷ ബുദ്ധി, ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും രോഗങ്ങൾക്കൊക്കെ മരുന്ന് കണ്ടെത്താനും മനുഷ്യന് സാധിക്കുന്നത് അല്ലാഹു നൽകിയ വിശേഷ ബുദ്ധി എന്നുള്ള ഹിദായത്ത് കാരണത്താലാണ്. പ്രവാചകന്റെ ഹദീസുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലും സഹാബികളുടെ ചരിത്രത്തിലും ഈ അടിസ്ഥാന ഹിദായത്ത് അല്ലെങ്കിൽ ഭൗതിക ജ്ഞാനവും ജന്മവാസനയും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പോൾ തന്നെ നന്മയെ അതിനെ ഉൾക്കൊള്ളാനും ജീവിതാവശ്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള ഒരു ശുദ്ധമായ മനസ്സ് അല്ലാഹു ആ കുഞ്ഞിന് നൽകുന്നുണ്ട് എന്നാണ്. നമ്മളൊക്കെ ജനിച്ചു വീണത് അങ്ങനെയാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഒരു ഫിത്രത്തിൽ, ശുദ്ധമായ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദുദാനിഹി ഔ യുനസ്സറാനിഹി ഔ യുമജ്ജിസാനിഹി, ശേഷമാണ് അവരുടെ മാതാപിതാക്കൾ അവരെ യഹൂദരോ നസ്രാണികളോ മജൂസികളോ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ പ്രകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ നൽകുന്നത്. ആ ഹിദായത്ത് ആരാ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ഒന്നാമത്തെ ഹിദായത്തിൽ പെട്ട കാര്യമാണ്. മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആളുകൾ ഈത്തപ്പനയിൽ ഇങ്ങനെ കൃത്രിമമായിട്ടുള്ള പരാഗണം നടത്തുന്നത് എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക. അതൊരു ഭൗതികമായ കാര്യമായതിനാൽ നിങ്ങളുടെ അനുഭവജ്ഞാനം ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞത്? അൻതും അഅലമു ബിഅംരി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളാണ് കൂടുതൽ അറിയുന്ന ആളുകൾ എന്നാണ്. അത് അള്ളാഹു കൊടുത്ത ഒരു ഹിദായത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആദ്യത്തെ എല്ലാവർക്കും നൽകപ്പെടുന്നത് പോലെ നൽകിയിട്ടുള്ള ഹിദായത്താണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യാനും ജീവിതാവശ്യങ്ങൾ മികച്ച രീതിയിൽ കൊണ്ടുപോകാനുള്ള അറിവും അനുഭവജ്ഞാനവും മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധിയുടെ ഭാഗമാണ്. ഭൗതികമായ ഇത്തരം ഹിദായത്തുകൾ മനുഷ്യർ സ്വന്തം ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് വികസിച്ചെടുക്കേണ്ടതാണെന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മരുഭൂമിയിലൂടെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മദീനയിലേക്ക് എത്താൻ വഴികാട്ടിയായിട്ട് കൂടെ കൂട്ടിയതാരാ? അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തിനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മരുഭൂമിയിലെ വഴികളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ജ്ഞാനം നൽകിയിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയാവണമെന്നില്ല, എല്ലാവർക്കും നൽകപ്പെടുന്ന ഹിദായത്തിൽ പെട്ടതാണ് എന്നർത്ഥം. പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒരുപോലെ അള്ളാഹു ഭൗതികമായി ജീവിക്കാൻ നൽകിയിട്ടുള്ള ജന്മസിദ്ധമായ കഴിവുകളെ, ഇന്ദ്രിയങ്ങളാണ് ഈ ഒന്നാമതായി കൊണ്ട് അള്ളാഹു ഹിദായത്തെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത്. ഒന്നാമത്തെ ഹിദായത്ത് ഭൗതികമായി ജീവിക്കാനുള്ള ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമായിരുന്നെങ്കിൽ, രണ്ടാമത്തെ ഹിദായത്ത് മനുഷ്യന് ആത്മീയവും ധാർമ്മികവുമായ വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. താങ്കൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഹിദായത്ത്. രണ്ടാമത്തെ ഘട്ടം ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദ്, അഥവാ സത്യാസത്യങ്ങളും നന്മതിന്മകളും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളുടെയും മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഘട്ടത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഹിദായത്തായിക്കൊണ്ട് നമ്മളെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഈ ഹിദായത്ത് മനുഷ്യർക്ക് പൊതുവായി നൽകിയതാണെന്ന് വ്യക്തമാക്കുന്ന സൂക്തങ്ങൾ നമുക്ക് കാണാം. അവിടെ അവിശ്വാസികളും വിശ്വാസികളുമില്ല, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുന്ന ഹിദായത്താണ്. മനുഷ്യന് നന്മയുടെയും തിന്മയുടെയും രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹദൈനാഹുൻ നജ്ദൈൻ, അവന് നന്മയെയും തിന്മയെയും രണ്ട് പാതകൾ നാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്. നന്മയുടെയും തിന്മയുടെയും രണ്ട് പാതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തു. ഇനി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അവന്റെ തീരുമാനമാണ് എന്നാണ് അല്ലാഹ് പറയുന്നത്. ഇനി അവനക്ക് തീരുമാനിക്കാം ആ രണ്ടാമത്തെ ഹിദായത്ത് അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ടൊന്നുകിൽ അവൻ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി തീരാം. അപ്പൊ രണ്ട് മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തതാണ് എന്ത്?
രണ്ടാമത് പറയുന്ന ഹിദായത്ത് എന്ന് പറയുന്നത്. ഈ ഹിദായത്ത് ലഭിച്ചിട്ടും അത് നിരസിച്ച ഒരു ജനതയെക്കുറിച്ച് ഖുർആൻ വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, വഅമ്മ സമൂദ ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. എന്നാൽ സമൂദ് ജനതയുടെ കാര്യമാകട്ടെ, നാം അവർക്ക് നേർവഴി കാണിച്ചു കൊടുത്തു, എന്നാൽ സന്മാർഗത്തെക്കാൾ അന്ധതയെ ഇഷ്ടപ്പെടുകയാണ് അവർ ചെയ്തത്. നേർമാർഗവും ദുർമാർഗവും ഇവിടെ ഉണ്ട്, രണ്ടുണ്ട്. അതിൽ നിന്ന് അവരെന്താ തിരഞ്ഞെടുത്ത്? ദുർമാർഗമാണ് തിരഞ്ഞെടുത്തത്. നേർമാർഗത്തെ അവരെന്ത് ചെയ്തു? ഒഴിവാക്കി കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ രണ്ടാമത്തെ ഹിദായത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ടാമത്തെ ഹിദായത്ത് അള്ളാഹു ഭൂമിയിലെ എല്ലാ മനുഷ്യരിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരു ജനതയും പ്രവാചകന്മാരോ മുന്നറിയിപ്പുകാരോ ഇല്ലാതെ കടന്നു പോയിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും സത്യമെന്തെന്ന് വിവരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനാണൊന്ന്. ഖുർആൻ കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് മനുഷ്യരാശിക്ക് മുഴുവൻ വഴികാട്ടിയായി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ചില ആളുകളുടെ വിചാരം എന്താ? ഖുർആൻ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, മനുഷ്യരാശികൾക്ക് മൊത്തം വഴികാട്ടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഗ്രന്ഥമാണത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം, ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കാകമാനം സന്മാർഗമായി കൊണ്ടാണിത്. ഏത്? വിശുദ്ധ ഖുർആൻ. സൂര്യനും ചന്ദ്രനും ആകാശം ഭൂമി എന്നിവയിലൊക്കെയും ചിന്തിക്കുന്ന മനുഷ്യർക്ക് സത്യാസത്യങ്ങൾ തിരിച്ചറിയാനുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നന്മയും തിന്മയും വളരെ വ്യക്തമായി വേർതിരിച്ച് നൽകപ്പെട്ടിട്ടുണ്ടെന്നും മനുഷ്യന്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് അത് തിരിച്ചറിയാമെന്നും ഹദീസുകളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അൽ ഹലാലു ബയ്യിൻ വ ഇന്നൽ ഹറാമു ബയ്യിൻ. അനുവദനീയമായത് നന്മ വ്യക്തമാക്കി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിഷിദ്ധമായതും വ്യക്തമാണ്. രണ്ടും വ്യക്തമാക്കി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും അതിർവരമ്പുകളെ കുറിച്ച് പ്രവാചകനിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഹലാൽ ഏതാണ്, ഹറാം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ചെയ്തിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ഈ രണ്ടാമത്തെ ഹിദായത്തിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. വാബിസത്ത് ബിനു മഅദബ് റളിയല്ലാഹു എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നന്മയെയും തിന്മയെയും കുറിച്ച് ചോദിക്കാൻ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് കാണാം, ഇസ്തഫ്തി ഖൽബക്, ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ ഹൃദയത്തോട് ഫത്വ തീർപ്പ് കൽപ്പിക്കുക. അൽ ബിർറു മാ ഇത്മഅന്നത് ഇലൈഹി നഫ്സ് വ ഇത്മഅന്ന ഇലൈഹി ഖൽബക്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, മനസ്സിനും ഹൃദയത്തിനും ശാന്തത നൽകുന്നത് നന്മയാണ്, എന്നാൽ മനസ്സിൽ ഖേദമുണ്ടാക്കുന്നത്, നെഞ്ചിൽ പരുക്കലുണ്ടാക്കുന്നത് തിന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നന്മ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സമാധാനം ഉണ്ടാവും. അത് തിന്മയാണെന്നുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു ചൊറിച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പം മനുഷ്യന് പൊതുവായി അള്ളാഹു നൽകിയ ധാർമ്മിക ബോധം എത്രത്തോളം കൃത്യമാണെന്ന് ഈ ഹദീസ് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് അത് സത്യമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ ഹിദായത്തിന്റെ ഫലമാണ്. അള്ളാഹു നൽകിയ ഈ ഹിദായത്തിന്റെ ഫലം. അപ്പൊ അള്ളാഹു മനുഷ്യനെ ബുദ്ധി തരിക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ആ ബുദ്ധി ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാൻ പാകത്തിൽ സത്യവും മിഥ്യയും നന്മയും തിന്മയും വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയൊക്കെ ഭൂമിയിൽ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഹിദായത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം, യഥാർത്ഥത്തിൽ നമ്മൾ മുൻപ്
ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഘട്ടത്തോട് ഹിദായത്തുൽ ബയാൻ വൽ ഇർഷാദിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ളതാണ്. ലളിതമായിട്ട് മനസ്സിലാക്കി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മനുഷ്യന് നേരിട്ട് വന്ന് വഴി കാണിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്താ ചെയ്യുന്നത്? മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെയും അവർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെയും മുൻനിർത്തിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വഴികാട്ടൽ എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നത്. ആ വഴികാട്ടൽ എന്നുള്ള ഹിദായത്താണ് മൂന്നാമത്തെ കാര്യമെന്നർത്ഥം. പ്രവാചകന്മാരിലുള്ള വഴികാട്ടൽ. ഈ ഘട്ടത്തിൽ ഹിദായത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നേർവഴി ഏതെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. നേരായ പാത ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു 2 വഴികളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹിദായത്ത് പറഞ്ഞു 2 വഴികൾ, നന്മയും തിന്മയും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ വഴികാട്ടൽ അഥവാ ഹിദായത്ത് എന്ന് പറയുന്നത്. അതിലേതാ തിരഞ്ഞെടുക്കേണ്ടി? അതിന് ആര് വേണം? പ്രവാചകന്മാർ വേണം. അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ളതാണ് എന്ന് പറയാൻ, അഥവാ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന സൈൻ ബോർഡ് വഴിപോക്കന് പോകേണ്ട ദിശ കാണിച്ചു കൊടുക്കുന്നത് പോലെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നത് കാണാം. തീർച്ചയായും താങ്കൾ നേരായ പാതയിലേക്കാണ് മാർഗദർശനം നൽകുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു തരാ. പ്രവാചകനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അദ്ദേഹം എന്താണ്? നേരായ പാതയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞ നന്മയും തിന്മയും എന്നുള്ളതുണ്ടല്ലോ, അതിൽ നിന്ന് നന്മയെക്കുറിച്ചാണ് ഇതാ ഇവിടെ പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതാണ് മൂന്നാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലും വഴികാട്ടികളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാലവും എന്തില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്നുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഇന്നമാ അൻത മുൻദിർ വലികുല്ലി ഖൗമിൻ ഹാദ്. താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. എല്ലാ ജനവിഭാഗത്തിലുമുണ്ട് ഒരു മുൻവഴികാട്ടി. ഒരു മുന്നറിയിപ്പുകാരൻ എന്തുണ്ട്? എല്ലാ ജനവിഭാഗത്തിലും ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഒരു മുന്നറിയിപ്പാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. മുൻകാല പ്രവാചകന്മാരെയും നേതാക്കളെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറൂ. അവർ ക്ഷമ കൈകൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസം അർപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം അവരിൽ നിശ്ചയിച്ചു. ആ ജനതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ കാണിച്ചു കൊടുക്കുന്ന, നേർപാത കാണിച്ചു കൊടുക്കുന്ന ആളുകളെ നിശ്ചയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ മനുഷ്യർക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള വഴികാട്ടിയായിക്കൊണ്ട് അതുകൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് വേദഗ്രന്ഥമാകുന്നു, ഇതിൽ യാതൊരു സംശയവും തന്നെയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആ വഴി കാട്ടാൻ വേണ്ടി നമുക്ക് നീട്ടുണ്ട് രണ്ടാമതൊരു ഘട്ടമായിക്കൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന്റെ ദൗത്യം കേവലം വഴി കാണിച്ചു കൊടുക്കൽ മാത്രമാണെന്നും ജനങ്ങളെ നിർബന്ധിച്ച് വഴി നടത്തിക്കലല്ല എന്നും വ്യക്തമാക്കി തരുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്റെ സ്വന്തം മകനേക്കാൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത വല്യപ്പയായിരുന്നു. മക്കളെക്കാളും പ്രവാചകനെ സംരക്ഷിച്ച ആളാണ് അബൂ ത്വാലിബ് എന്നുള്ള വ്യക്തിത്വം. മരണക്കിടക്കയിൽ വെച്ചിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ നല്ല മാർഗം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. തീർച്ചയായും താങ്കൾ ഇഷ്ടപ്പെട്ടവരെ സന്മാർഗത്തിലാക്കാൻ, അവരുടെ മനസ്സിലേക്ക് ഹിദായത്ത് എത്തിക്കാൻ താങ്കൾക്ക് സാധിക്കൂല. അല്ലാഹുവിന്റെ റസൂലിന് വഴി കാട്ടാനേ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് റബ്ബിന്റെ കടമയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. പക്ഷേ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെയാണ് എന്ത് ചെയ്യുക? നേർവഴിയിലാക്കുക. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താ? ആ നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള
ഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഹിദായത്തിൻ്റെ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നത്. പ്രവാചകന് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഹിദായത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ മനസ്സിൽ ആ വിശ്വാസം കൃത്യമായി ഉറപ്പിക്കുവാനുള്ള ഹിദായത്ത്, തൗഫീക്ക് അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് അർത്ഥം. അതുറപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ ലളിതമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റൂലേ? എൻ്റെയും ജനങ്ങളുടെയും ഉദാഹരണം ഒരു മനുഷ്യൻ തീ കൂട്ടിയതുപോലെയാണെന്നാണ്. ഒരു മനുഷ്യൻ തീ കൂട്ടിയതുപോലെയാണ്. അതിലേക്ക് ആ തീയിലേക്ക് ഇങ്ങനെ പാറ്റകളൊക്കെ എന്ത് ചെയ്യും? വന്നിട്ട് ഇങ്ങനെ വന്ന് വീഴും. അപ്പം അതിലേക്ക് പോവാതിരിക്കാൻ എന്ത് ചെയ്യും? അവരുടെ അരക്കെട്ടുകളിൽ പിടിക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമുള്ളത്. അതിനെ മറികടന്നു പോകുന്നവർ എന്ത് ചെയ്യും? നരകത്തിലേക്ക് കദം പതിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതുപോലെ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഭൂമിയിലേക്ക് വന്നത് മനുഷ്യർക്ക് സത്യത്തിൻ്റെ വഴി കൃത്യമായിട്ട് ബയാൻ ചെയ്തു കൊടുക്കുവാനും ആ വഴിയിലേക്ക് ഇർഷാദ് ചെയ്യുവാനും വേണ്ടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഹിദായത്തിൻ്റെ മൂന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള തലമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം എന്താ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിദായത്തു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അൽ ഹിദായത്തുൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള ഹിദായത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് ഹിദായത്തുകൾ വഴി കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. മനുഷ്യവർഗത്തിന് പൊതുവായി ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ നാലാമത്തെ ഹിദായത്ത് എല്ലാവർക്കും ലഭിക്കൂല. അള്ളാഹ് പറയുന്ന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ നാലാമത്തെ ഹിദായത്ത് എല്ലാവർക്കും ലഭിക്കൂല എന്നുള്ളതാണ്. അള്ളാഹു കാണിച്ചു തന്ന സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസികൾക്കും സൽവൃത്തർക്കും മാത്രം അള്ളാഹു നൽകുന്ന പ്രത്യേകമായിട്ടുള്ളൊരു സഹായമാണ് ഈ നാലാമത്തെ ഹിദായത്ത് എന്ന് പറയുന്നത്. ഈ ഹിദായത്ത് തൗഫീഖ് എന്ന് പറയുന്നത്, ഹിദായത്ത് എന്നാൽ കേവലം വഴി കാണിക്കലല്ല, മറിച്ച് ആ വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് വരെ കൈപിടിച്ച് നടത്തുന്ന ഒരാൾ വേണം. അത് റബ്ബാണ്. അത് നൽകുന്നത് ആരാ? റബ്ബാണ്. നന്മ ചെയ്യാനുള്ള ആഗ്രഹത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ അള്ളാഹു നൽകുന്ന മനക്കരുത്തും സാഹചര്യങ്ങളുമാണ് തൗഫീഖ് എന്ന് പറയാ. അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്ന തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഈ കണ്ട സാധനമൊക്കെ നമ്മൾ പഠിപ്പി റസൂലുള്ള കാണിച്ചു തന്നു ഇന്ന മാർഗം. ആ നന്മ ചെയ്യുക എന്നുള്ളതാണ്. ആ നന്മ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത്. ആ നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് എന്ത് ചെയ്യും? എല്ലാവരും കേൾക്കും. സുബഹിക്ക് ബാങ്ക് എല്ലാവരും കേൾക്കും. പക്ഷേ ഉറക്കം ഉപേക്ഷിച്ച് തണുത്ത വെള്ളത്തിൽ വുളൂ എടുത്ത് പള്ളിയിലേക്ക് നടക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഹിദായത്ത്, ആ തൗഫീഖ് എന്ന ഹിദായത്തിൻ്റെ ഫലമാണ് എന്നർത്ഥം. അപ്പം അത് നേടിയനാരാ? കേട്ടവരാരുമല്ല. അത് കേട്ടിട്ട് എണീറ്റ് പള്ളിയിലേക്ക് ആ കൃത്യസമയത്തിന് വന്ന വ്യക്തിയാണ് ആ ഹിദായത്ത് ലഭിച്ച വ്യക്തി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിദായത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഉണർത്തുന്നുണ്ട്. സന്മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് ആ ഹിദായത്ത് ലഭിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും അത് ലഭിക്കുന്ന സന്മാർഗം തെരഞ്ഞെടുത്താൽ, ആ 2 വഴിയിൽ നിന്ന് സന്മാർഗം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ തരുന്ന വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും. സന്മാർഗം സ്വീകരിച്ചവർക്കാകട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ സന്മാർഗം നൽകുകയും അവർക്ക് പാലിക്കേണ്ടതായ സൂക്ഷ്മത അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹ് അത് കൂടുതൽ നൽകുന്ന, രാജാവിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുഹയിൽ അഭയം പ്രാപിച്ച യുവാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള ഹിദായത്ത് നൽകിയതിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ? സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഇന്നഹും ഫിതിയത്തും ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു. അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാഹ് പറയാ, അവർക്കല്ല സന്മാർഗം വീണ്ടും വർദ്ധിപ്പിച്ച് കൊടുക്കുക. അവരെ ആ രാജാവിനെ അനുസരിക്കാൻ എന്തില്ല, തയ്യാറായില്ല. അവർ നേരെ ഒരു ഗുഹയിലേക്ക് കണ്ട് കയറി അവിടെ ഇരിക്കുകയും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി അള്ളാഹു എന്ത് ചെയ്തു? അവരുറക്കിക്കളഞ്ഞു.
ഉറക്കിക്കളഞ്ഞു. എത്രത്തോളം വർഷം കളഞ്ഞിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുനരെഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അതിന് കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു അതവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർക്ക് പോലും ഈ 4-ാമത്തെ ഹിദായത്ത് ഒരാളുടെ മനസ്സിൽ നിർബന്ധിച്ചുണ്ടാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന ആയത്താണ് നമ്മൾ നേരത്തെ ഓതി കേൾപ്പിച്ചത്. എന്താണ്? ലൈസ അലൈക ഹദാഹു വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ എന്നുള്ളത്. അവരെ സന്മാർഗത്തിലാക്കാൻ, അവരുടെ മനസ്സിൽ ഹിദായത്ത് എത്തിക്കാൻ താങ്കൾക്ക് ബാധ്യതയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? നേർവഴിയിലാക്കി കൊടുക്കും. മനുഷ്യന്റെ ഹൃദയങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലാഹു ആണെന്നും അതിനായിട്ട് പ്രാർത്ഥിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ നമ്മളോട് പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ നാഥാ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും തൗഫീക്കും നിരന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ജീവിതാവസാനം വരെ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു പറയുന്നതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നത് കാണാം. യാ ഇബാദിയ കുല്ലുകും ളാലിൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദികും. എൻ്റെ ദാസന്മാരെ, ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ നിങ്ങളെല്ലാവരും വഴിവിഴച്ചവരാണ്. അതിനാൽ നിങ്ങൾ എന്നോട് സന്മാർഗത്തിനെ തേടണം. റസൂൽ പഠിപ്പിക്കണേ. എന്തിന്? ആ സന്മാർഗം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാനോട് തേടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ദിവസവും 5 നേര നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണത്. 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ പറയാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിനോട് തേടണേ. എന്ത്? മുസ്തഖീമ് ഏതാണ്? ഞങ്ങളെ നീ നേർവഴിയിലാക്കണേ നാഥാ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മളെ നീ നേരായ പാതയിൽ എന്നെ നീ നയിക്കണമേ എന്ന് പറയുന്നത് എന്തിനാ? അള്ളാഹിനോട് ഈ ഹിദായത്താണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ 4-ാമത്തെ ഹിദായത്ത്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും ഈ 4-ാമത്തെ ഘട്ടമായ തൗഫീക്കിനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നാം ചോദിക്കേണ്ട ആളുകളായി തീരണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന 4 ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ 1-ാമത്തെ ഖുതുബയിലൂടെ പറഞ്ഞത്. 5-ാമതൊരു ഘട്ടം കൂടിയുണ്ട്. അത് പരലോകത്തെ സന്മാർഗ സാഫല്യം ലഭിക്കുക എന്നുള്ളതാണ്. അഥവാ വിശ്വാസികൾ, ഈ 4 ഘട്ടവും പൂർത്തീകരിച്ച വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോപ്പുകളിലേക്ക് വഴി നടത്തുന്നതിനെ കുറിച്ച് ഹിദായത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന കാര്യത്തെക്കുറിച്ചിട്ട് സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹു അവർക്ക് നൽകിയ ഈ അന്തിമ ഹിദായത്തിനെ ഓർത്ത് നന്ദി പറയുന്ന രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِنْ تَحْتِهِمُ الْأَنْهَارُ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ നെഞ്ചുകളിലുള്ള പകയെല്ലാം നാം നീക്കം ചെയ്യുന്നതാണ്. ഈ 4 കാര്യം അനുസരിച്ച് പോയിട്ട് നേരത്തെ പരലോകത്തേക്ക് എത്തിയ ആളുകൾ, അവരുടെ താഴെ കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. വഖാലുൽ ഹംദുലില്ലാഹ്. ആ സമയത്ത് അവർ പറയും, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും.
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിനാണ് സ്തുതി. അള്ളാഹു ഞങ്ങളെ നേർവയിലാക്കിയിരുന്നില്ല എങ്കിൽ ഞങ്ങൾ സ്വയം നേർവയിലാകുമായിരുന്നില്ല. അള്ള നേർവയിലാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? നേർവയിലേക്ക് ആകുമായിരുന്നുള്ളൂ എന്ന് അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ വ്യാഖ്യാതാക്കള് ഈ ആയത്തുകളെ കുറിച്ചൊക്കെ നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. സിറാത്ത് പാലം കടക്കാനുള്ള വെളിച്ചം അതിൻ്റെ ഒരു ഭാഗമാണെന്ന്. സിറാത്ത് പാലം കടക്കാനുള്ള വെളിച്ചം, ഈ 4 ഹിദായത്തും കൈവരിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5-മതായി നൽകുന്ന കാര്യം. അതുപോലെ തന്നെ സ്വർഗത്തിൽ വീട് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയുന്നതിനേക്കാൾ കൃത്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹു അവിടെ അവന് ഒരുക്കി വെച്ചിട്ടുള്ള കൊട്ടാരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന അതൊരു ഹിദായത്താണെന്നാണ് പറഞ്ഞിട്ടുള്ള മുഫസ്സിറുകൾ. അതുപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള സമാധാനം ലഭിക്കുക എന്നുള്ളത്, മരണമോ രോഗമോ ദുഃഖമോ ഇല്ലാത്ത ഒരു നിത്യജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ ഹിദായത്തിലൂടെ വിശ്വാസിക്കുന്നത് ലഭിക്കുന്നത്. ഇതാണ് 5-മത് പറയപ്പെട്ടിട്ടുള്ള വിശ്വാസം എന്നുള്ളത്, ഹിദായത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 1-മതായി നമ്മൾ പറഞ്ഞത് ജീവിക്കാൻ ആവശ്യമായ ബുദ്ധിയും ഇന്ദ്രിയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ള ഹിദായത്ത്. 2-മത്തത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പൊതുവായ ഒരു ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഹിദായത്ത്. 3-മത്തത് പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വഴി കാട്ടുന്നതിനെ കുറിച്ച് അള്ളാഹു ഹിദായത്ത് എന്ന് പ്രയോഗിച്ചത്. 4-മത്തത് ആ വഴിയിലൂടെ ജീവിക്കാൻ അള്ളാഹു നൽകുന്ന ആന്തരികമായിട്ടുള്ള സഹായമായ തൗഫീക്ക് ലഭിക്കുക എന്നുള്ള ഹിദായത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. 5-മതായി അതിൻ്റെ ഫലമായി പരലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ഹിദായത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് വെറും ചെറിയ വാക്കല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അള്ളാഹു നൽകിയ മഹത്തായിട്ടുള്ള തൗഫീക്കാണ്. ഇത് മറ്റുള്ളതൊക്കെ അള്ളാഹു 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകപ്പെടുന്ന ഹിദായത്താണ്. പക്ഷേ അവസാനത്തെ രണ്ടെണ്ണം അത് വിശ്വസികൾക്ക് മാത്രമാണ് ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഒന്ന് ഹിദായത്ത് തൗഫീഖ് എന്ന് പറയുന്ന 4-മത് പറഞ്ഞ ഹിദായത്ത് അത് അള്ളാഹ് നൽകുന്നതാ. അത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണമെന്ന് റസൂൽ, അതുകൊണ്ടാണ് അത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം. എന്നും നിങ്ങൾ അത് പ്രാർത്ഥിക്കണം, തെറ്റിപ്പോവാതിരിക്കാൻ. ആ നൽകിയ ഹിദായത്ത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതും 4-മത് നൽകിയിട്ടുള്ള ആ തൗഫീക്ക് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അത് നിലനിർത്തുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ 5-മതായിട്ടുള്ള ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്കെല്ലാവർക്കും വഴികാട്ടും. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈ 5-മത്തെ ഘട്ടത്തിലെ മഹാഭാഗത്തിന് അർഹരാക്കുന്ന സദ്വൃത്തരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.